ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലേഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസൈനിങ് പാർട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലോർ എഡിറ്റർ, അതുപോലെ തന്നെ വാൾ എഡിറ്റർ ആൻഡ് സീലിംഗ് എഡിറ്റർ, ഈ 3 ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ഫ്ലോർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്ലോർ എഡിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫ്ലോറിൻ്റെ സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോർ ഫുള്ളായിട്ടായിരിക്കും ആ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇനി അതല്ല, എനിക്കിപ്പോൾ ഒരു പോർഷനൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഒരു സിംഗിൾ ഫ്ലോറിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് കുറച്ച് ഓപ്ഷൻസ് മുകളിൽ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഡബിൾ ലൈൻസ്, കർവ്, ഇത് വരയ്ക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഞാൻ ഇതിന് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നോക്കുന്നുണ്ടെങ്കിൽ ഈ 2 പോർഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അത് മനസ്സിലാകാനായിട്ട് ഞാൻ അവിടേക്ക് വേറെ മെറ്റീരിയൽ ആഡ് ചെയ്യാണ്. ഈ ഒരു മെറ്റീരിയൽ സ്ട്രെയിറ്റ് ലൈൻ എടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ഇങ്ങോട്ടേക്ക് വേറൊരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആ സെപ്പറേഷൻ വിസിബിൾ ആവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ, അതുപോലെ പോളിഗൺ, സർക്കിൾ, ഓവൽ, ഇങ്ങനെയുള്ള ഷേപ്സ് ഒക്കെ അവൈലബിൾ ആണ്. റെക്റ്റാങ്കിളൊക്കെ എടുത്ത് വരയ്ക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ ഈ പോർഷൻസ് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. ഇനി അതല്ല, പർട്ടിക്കുലർ ഒരു ഇത്ര വാല്യൂവിൽ നമുക്ക് ഓഫ്സെറ്റ് ചെയ്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ഡയമെൻഷൻ വേണ്ടത് ആ ഡയമെൻഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ ചെയ്തു. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർഷൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളായിട്ട് സെപ്പറേറ്റ് ചെയ്ത സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ്ട്രൂഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഷൻ വാല്യൂ ഞാനിപ്പോൾ ഒരു വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. ഇനി അതിൻ്റെ 3D വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത വാല്യൂ അത്രയും മുകളിലേക്ക് ആ ഒരു പോർഷൻ എക്സ്ട്രൂഡ് ആയിരിക്കുന്നത് നമുക്ക് വിസിബിൾ ആവും. അപ്പോൾ ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്ലൂ സെലക്ഷനിൽ വരുന്ന വാല്യൂ ആയിരിക്കും, ബ്ലൂ സെലക്ഷനിൽ വരുന്നതായിരിക്കും ഇതിൻ്റെ എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുന്നതാണ്, ഈ ഒരു എക്സ്ട്രൂഷൻ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണ് ആഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു റെഫറൻസ് ലൈൻ പോലെ ആക്ട് ചെയ്യും. നമുക്ക് ഇവിടെ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് ഒക്കെ മാറി എനിക്കിപ്പോൾ ഇതൊരു 550 മാറി വേണം, അങ്ങനെയൊക്കെ നമുക്ക് ലൈൻസ് റെഫറൻസ് ലൈൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് ഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻഡെപ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേരിംഗ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിതിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഓഫ്സെറ്റ്, ഗ്യാപ്പ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ വരുന്ന ഗ്യാപ്പ് ചേഞ്ച് ആവുന്നത് വിസിബിൾ ആവും. ഓക്കെ, ഇവിടെ പാറ്റേൺസ് ഇതേപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിനകത്ത് വരുന്ന പാറ്റേണിൻ്റെ സൈസ് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്കിനകത്ത് മാനുവലി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ടൈലിങ്ങിൻ്റെ സൈസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോറിൽ എഡിറ്റിങ്സ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഇത്രയും നമുക്ക് വേണ്ടുന്ന എഡിറ്റിങ്സ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് സേവ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് വിസിബിൾ ആവും.
ദെൻ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോറിന് എഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വാൾ എഡിറ്റർ ആണ്. വാൾ എഡിറ്റർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വാളിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ വന്ന പോലെ നേരത്തെ ഫ്ലോർ എഡിറ്റർ നടന്നു ഇപ്പോൾ വാൾ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വാളിൻ്റെ സെക്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു 3 ഓപ്ഷൻ, അതായത് വാള്, ഫ്ലോറ്, സീലിംഗ്, ഈ 3 ഓപ്ഷനും നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഓപ്ഷൻസ് തന്നെയാണ്. ഞാൻ ഇവിടെ നിന്ന് സ്ട്രേറ്റ് ലൈൻ യൂസ് ചെയ്തു. നേരത്തെ ഇത്രയും ഒരു പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെയും ഇപ്പോൾ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 വാൾസിന്റെ ഈ 2 പോർഷൻസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. എക്സ്ട്രൂഷൻ വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. 3D വ്യൂവിൽ വന്ന് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആ എക്സ്ട്രൂഷൻ ക്രിയേറ്റ് ആയിരിക്കുന്ന വിസിബിൾ ആവും. അതുപോലെ മെറ്റീരിയൽസ്, നമുക്ക് വാളിലേക്ക് ആവശ്യമായിട്ടുള്ള വോൾ പാനൽസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ഏതെങ്കിലും ടൈപ്പിലെ മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സപ്പോസ് ഞാനിപ്പോൾ ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെയായിട്ട് ഒരു ലൈറ്റ് സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ലൈറ്റ് റഫ് ആൻഡ് ലൈറ്റ് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ഇൻഡൻറ്റഡ് ലാബറ്റ് എന്നുള്ളത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ പെർട്ടിക്കുലർ ചൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോക്കാന്നുണ്ടെങ്കിൽ ഇതൊരു ലൈറ്റ് സ്ട്രിപ്പായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ് സ്ട്രിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ലൈറ്റ് റഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് ഒരു കോവ് ക്രിയേറ്റ് ആയിരിക്കുന്നത്, കോവ് ലൈറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അകത്തേക്ക് ഒരു കോവ് ക്രിയേറ്റ് ആയിരിക്കുന്നത് നമുക്ക് വിസിബിൾ ആവും. ഇതിൽ ലൈറ്റ് റഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അൺടിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രിപ്പ് ലൈറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ആ കോവ് ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ വാളിലേക്ക്, പിന്നെ നമുക്ക് വാളിലേക്ക് ആവശ്യമായിട്ടുള്ള വാൾ ഡെക്കേഴ്സ് കാര്യങ്ങൾ, ഇപ്പോൾ വാൾ പേപ്പേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വാൾ ടൈൽസ്, വാൾ ഫാബ്രിക്, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൾ ഡെക്കറേഷനിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വാൾ എഡിറ്ററിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാൾ ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം ചൂസ് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അത് ആഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് വാൾ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമ്മുടെ ഫ്ലോർ എഡിറ്ററിലും വാളിലും സെയിം ഓപ്ഷൻസ് ആണ് മുകളിൽ വരുന്നത്. എക്സ്ട്രൂഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ, ഇതിൽ നമുക്ക് ലൈറ്റ് സ്ട്രിപ്പ് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സേവ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ എഡിറ്റിംഗ് നമുക്കിവിടെ വിസിബിൾ ആണ്. ദെൻ ഇതുപോലെ തന്നെയാണ് നമ്മൾ സീലിംഗ് എഡിറ്ററും ചെയ്യുന്നത്. സീലിംഗ് എഡിറ്റർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ആ സീലിംഗ് വ്യൂവിലേക്ക് വരാം. ഞാൻ സീലിംഗ് സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ സീലിംഗ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു റൂമിൻ്റെ സീലിംഗ് ആണ് ഇവിടെ വിസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സീലിംഗ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഓഫ്സെറ്റ്, പർട്ടിക്കുലർ വാല്യൂ ഇങ്ങോട്ടേക്ക് ഓഫ്സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് കൊടുക്കുക. ഞാൻ സീലിംഗിൽ ഇവിടെ സെലക്ട് ചെയ്തു. ഇങ്ങോട്ടേക്ക് ഒരു 300 എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു പോർഷൻ എനിക്ക് താഴേക്ക് കുറച്ച് എക്സ്ട്രൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തു. എക്സ്ട്രൂഷൻ്റെ അവിടെ ഒരു വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. 3D വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീലിംഗ് ഇതേപോലെ എക്സ്ട്രൂഡ് ആയിരിക്കുന്നത് വിസിബിൾ ആവും. ദെൻ ഇതിലേക്ക് ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺ ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് പർട്ടിക്കുലർ ഒരു ടൈപ്പ് ലൈറ്റ് ചൂസ് ചെയ്തു. പിന്നെ ഈ ലൈറ്റ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അലൈൻ ചെയ്തിട്ട് പ്ലേസ് ചെയ്യുക എപ്പോഴും. കാര്യം AI നമുക്കിനകത്ത് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വെക്കുന്ന ലൈറ്റ്സിൻ്റെ ഒക്കെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് AI നമുക്ക് ലൈറ്റിംഗ് തരിക. സോ ഇത് വെച്ച് കൊടുക്കുമ്പോൾ, നമ്മൾ ഈ ലൈറ്റ്സ് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് അലൈൻ ചെയ്തിട്ട് തന്നെ എപ്പോഴും പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിങ്ങനെ അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി കൊണ്ട് വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെയാണ് നമ്മൾ ആഡ് ഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഇത്ര
ഓഫ്സെറ്റ് ഒക്കെ എടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ കറക്റ്റ് അലൈൻ ചെയ്ത് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് നമ്മുടെ ആഡ് ഗേറ്റ്സിന്റെ യൂസ് വരുന്നത്. സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഒന്നെങ്കിൽ അങ്ങനെ പ്ലേസ് ചെയ്യാം കേട്ടോ. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അതിന്റെ കോപ്പീസ് ക്രിയേറ്റ് ആവും. ഇങ്ങനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ വെച്ച് കൊടുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ലൈറ്റ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും.